ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഇന്ത്യ ഒരു 28 രാജ്യങ്ങളായി വേർപിരിഞ്ഞു പോകാതെ എന്താണ് നമ്മളെ ഒന്നിച്ചു നിർത്തുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ചരിത്രം മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിൽ എഴുതിച്ചേർത്ത അങ്ങനെയൊന്നും കാണാൻ പറ്റാത്ത പക്ഷേ ഭയങ്കര ശക്തമായ ഒരു പശയുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ പശയെക്കുറിച്ചാണ്. ഇന്ത്യയെ നിയമപരമായും സാമ്പത്തികമായും ഒരൊറ്റ യൂണിറ്റായി നിർത്തുന്ന ആ ഭരണഘടനാപരമായ നൂലുകളെക്കുറിച്ച്. അപ്പോ ഈ ഒരു വിശകലനത്തില് നമ്മൾ ഭരണഘടനയിലൂടെ ഒരു യാത്ര നടത്താൻ പോവുകയാണ്. ആദ്യം ഈ ഐക്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ആർട്ടിക്കിൾ 261 എന്ന ആ നിയമപരമായ പശ എന്താണെന്ന് നോക്കും. അവിടുന്ന് നേരെ ഒരൊറ്റ ഇന്ത്യൻ മാർക്കറ്റിന്റെ ബ്ലൂ പ്രിന്റിലേക്ക് കടക്കും. സ്വാതന്ത്ര്യവും നിയന്ത്രണവും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് കണ്ടുകഴിഞ്ഞിട്ട് ഈ കളിയിലെ അവസാന റഫറിയായ സുപ്രീം കോടതി എങ്ങനെയാണ് വരുന്നതെന്നും നമ്മൾ നോക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പേടിസ്വപ്നം എന്തായിരിക്കും? ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായ നിയമങ്ങളും നികുതികളും നിയമസംവിധാനങ്ങളുമൊക്കെയായി പല കഷ്ണങ്ങളായി പോവുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. കേരളത്തിലെ ഒരു ബിസിനസ്സുകാരന് തമിഴ്നാട്ടിൽ ഒരു സാധനം വിൽക്കണമെങ്കിൽ അവിടെ വേറെ നിയമം, വേറെ ടാക്സ്. അത് മൊത്തത്തിലൊരു കൊളാഷാവില്ലേ? ഇതാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് പരിഹരിക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്. ഇതൊന്ന് വ്യക്തിപരമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കേരളത്തിൽ ഒരു വസ്തുതർക്കത്തിൽ കോടതി കേസ് ജയിച്ചു, പക്ഷേ എതിർകക്ഷി താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ ആ കോടതി വിധിക്ക് തമിഴ്നാട് അതിർത്തി കടന്നാൽ ഒരു വിലയുമില്ലാത്ത ഒരു വെറും കടലാസായി മാറുമോ? ഓരോ സംസ്ഥാനത്തെയും നിയമവ്യവസ്ഥ ഓരോരോ ദ്വീപുകളായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെ തകർന്നിടിഞ്ഞേനെ. ഇതാണ് നിയമപരമായ വിഘടനത്തിന്റെ യഥാർത്ഥ അപകടം. ഇനി നമുക്ക് ബിസിനസിന്റെ കാര്യത്തിലേക്ക് വരാം. കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് ചരക്കുമായി പോകുന്ന ഒരു ട്രക്ക് ഡ്രൈവറെ സങ്കൽപ്പിക്കുക. ഓരോ സംസ്ഥാന അതിർത്തിയിലും ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര അവിടെയൊക്കെ പുതിയ ടാക്സ്, പുതിയ പെർമിറ്റ്, പുതിയ ചെക്കിംഗ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ ട്രക്ക് ഒരു രാജ്യത്തിനകത്തല്ല പല രാജ്യങ്ങളൂടെ പോകുന്നൊരു ഫീലായിരിക്കും അയാൾക്ക്. ഉള്ളിൽ തന്നെ ഇത്രയധികം സാമ്പത്തിക മതിലുകളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരൊറ്റ രാജ്യമാവുന്നത്? ഈ മതിലുകൾ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് തകർത്ത് കളയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ നിയമപരമായ ഒരു അരാജകത്വത്തിനുള്ള നമ്മുടെ ഭരണഘടനയുടെ മറുപടി എന്താണെന്നറിയാമോ? വളരെ സിമ്പിൾ, പക്ഷേ അത്രയും പവർഫുൾ. ആർട്ടിക്കിൾ 261. ഇതൊരു വെറുമൊരു നിയമമല്ല, നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനങ്ങളെ ഒന്നായി ചേർത്ത് നിർത്തുന്ന ആ നിയമപരമായ പശയാണിത്. ആർട്ടിക്കിൾ 261ന്റെ കാതലെന്ന് പറയുന്നത് ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് എന്നൊരാശയമാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു സംസ്ഥാനത്തെ കോടതിയുടെ വിധി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ബഹുമാനിക്കണം, നടപ്പിലാക്കണം. ഇത് വേണമെങ്കിൽ ചെയ്യാം എന്നല്ല, ചെയ്തേ പറ്റൂ, നിർബന്ധമാണ്. ഈ ഒരു ഒറ്റ തത്വം നമ്മുടെ രാജ്യത്തെ വെവ്വേറെ നിയമസംവിധാനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ നിന്ന് ഒരൊറ്റ ഏകീകൃത നിയമ ഇടമാക്കി മാറ്റുന്നു. പക്ഷേ ആർട്ടിക്കിൾ 261ൽ അതിൻ്റേതായ ചില പരിധികളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് എന്ന തത്വം പൊതുനിയമങ്ങൾക്കും ഔദ്യോഗിക രേഖകൾക്കും പിന്നെ ഏറ്റവും പ്രധാനമായി ഫൈനൽ സിവിൽ ജഡ്ജ്മെന്റ്സിനും ബാധകമാണ്. അതായത് കേരളത്തിലെ ഒരു സിവിൽ കോടതി വിധി മഹാരാഷ്ട്രയിൽ നടപ്പാക്കാം. പക്ഷേ ഇവിടെ ഒരു പക്ഷയുണ്ട്, അതൊരു വലിയ പക്ഷയാണ്. ഇത് ക്രിമിനൽ ജഡ്ജ്മെന്റ്സിന് ബാധകമല്ല. ഒരു സംസ്ഥാനത്തെ ക്രിമിനൽ നിയമങ്ങൾ സ്വാഭാവികമായി മറ്റൊരു സംസ്ഥാനത്തിൽ നടപ്പാക്കില്ല. ഇത് ഓരോ സംസ്ഥാനത്തിനും അവരുടെ സ്വന്തം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ മേലുള്ള അധികാരം നിലനിർത്താൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോ നിയമത്തിന്റെ കാര്യത്തില് ഒരു പശയുണ്ട്. ഇനി സാമ്പത്തിക കാര്യങ്ങളോ? സംസ്ഥാനങ്ങളെ അവരുടെ അതിർത്തികളിൽ സാമ്പത്തിക മതിലുകൾ പണിയുന്നതിൽ നിന്ന് എന്താ തടയുന്നത്? ഇത് നമ്മളെ നമ്മുടെ ഭരണഘടനാ ചട്ടക്കൂടിന്റെ അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരൊറ്റ തടസ്സങ്ങളില്ലാത്ത ഇന്ത്യൻ വിപണി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക്. ഈ സാമ്പത്തിക ഐക്യത്തിനുള്ള ബ്ലൂ പ്രിന്റ് നമ്മുടെ ഭരണഘടനയുടെ 13ാം ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ആർട്ടിക്കിൾസ് 301 മുതൽ 307 വരെ. ഈ ആർട്ടിക്കിൾസാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഏകീകരണത്തിന്റെ അടിത്തറ. ആർട്ടിക്കിൾ 301 ഈ പ്രഖ്യാപനമൊന്ന് നോക്കൂ. എന്ത് സിമ്പിൾ, ഡയറക്റ്റ് അല്ലേ? ഒരു വിപ്ലവം തന്നെയാണത്. ഇന്ത്യൻ ഭൂപ്രദേശത്തുടനീളം വ്യാപാരവും വാണിജ്യവും ഗതാഗതവും സ്വതന്ത്രമായിരിക്കും. ഇതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്കിനായി സംസ്ഥാന അതിർത്തികളെ അദൃശ്യമാക്കുക, ഒരൊറ്റ സാമ്പത്തിക മേഖല ഉണ്ടാക്കുക. ഇത് സംസ്ഥാനങ്ങൾ തമ്മിൽ മാത്രമല്ല, ഒരു സംസ്ഥാനത്തിനകത്തും ബാധകമാണ്. പക്ഷേ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്തുമാവാമെന്നാണോ അർത്ഥം? ഒരു കൺട്രോളുമില്ലാത്ത ഫ്രീഡം ഒരിക്കലുമല്ല. ഇവിടെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു ബാലൻസിംഗ് വൈദഗ്ധ്യം വരുന്നത്. വ്യാപാര സ്വാതന്ത്ര്യവും
പൊതുനന്മയ്ക്കായി അതിനെ നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ കടമയും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ നൃത്തമാണിത്. അതിന്റെ പിന്നിലുള്ള ഫിലോസഫി വളരെ സിമ്പിളാണ്. ഒരു ലിമിറ്റുമില്ലാത്ത വാണിജ്യ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റോ ട്രാഫിക് നിയമങ്ങളോ ഇല്ലാത്തൊരു ഹൈവേ പോലെയാകും, ആകെ കുഴപ്പത്തിലാകും അല്ലേ? അതുകൊണ്ട് പൊതുജനാരോഗ്യം, സുരക്ഷ, ക്ഷേമം ഇതൊക്കെ സംരക്ഷിക്കാൻ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഭരണഘടന അധികാരം കൊടുക്കുന്നുണ്ട്. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെയാണ് കാര്യം. ആ ത്രാസ് കണ്ടില്ലേ? ഒരു സൈഡിൽ ആർട്ടിക്കിൾ 301 തരുന്ന ഫ്രീഡം, മറ്റേ സൈഡിലോ ആർട്ടിക്കിൾ 302 മുതൽ 305 വരെ കൊടുക്കുന്ന നിയന്ത്രണങ്ങൾ. നമ്മുടെ നിയമനിർമ്മാതാക്കളുടെയും കോടതികളുടെയും പ്രധാന വെല്ലുവിളി ഈ ത്രാസ് കൃത്യമായി ബാലൻസ് ചെയ്ത് നിർത്തുക എന്നതാണ്. ഇനി ആർക്കൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം? പാർലമെന്റിന്റെയും സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങൾ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. പാർലമെന്റിന് പൊതുതാൽപര്യം മുൻനിർത്തി നിയന്ത്രണങ്ങൾ വയ്ക്കാം. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് അതിലും വലിയൊരു കടമ്പയുണ്ട്. അവരുടെ നിയന്ത്രണങ്ങൾ വെറും നിയന്ത്രണങ്ങളായാൽ പോരാ, അത് ന്യായമായിരിക്കണം, അതായത് റീസണബിൾ ആയിരിക്കണം. പോരാത്തതിന് വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഒരു ബിൽ നിയമസഭയിൽ വെക്കുന്നതിന് മുൻപ് ഒരു സംസ്ഥാനം രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. ഇത് സംസ്ഥാനങ്ങൾ സ്വന്തം താൽപര്യങ്ങൾക്കു വേണ്ടി മറ്റു സംസ്ഥാനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് തടയാനുള്ള ശക്തമായ ഒരു സുരക്ഷാ കവചമാണ്. വേറെയും ചില പ്രധാന നിയമങ്ങൾ ഈ ചട്ടക്കൂട് പൂർത്തിയാക്കുന്നുണ്ട്. ഒന്നാമതായി, ഒരു സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് സ്വന്തം നാട്ടിലെ അതേ സാധനങ്ങളേക്കാൾ കൂടുതൽ ടാക്സ് ഇടാൻ പറ്റില്ല. വിവേചനം തടയാനാണിത്. രണ്ടാമതായി, ഇന്ത്യൻ റെയിൽവേ പോലെ ചില മേഖലകളിൽ സർക്കാരിന് കുത്തക സ്ഥാപിക്കാൻ പറ്റും. അത് വ്യാപാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാകില്ല. അവസാനമായി, ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഒരു അതോറിറ്റിയെ നിയമിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. പക്ഷേ രസമുള്ള കാര്യമെന്താന്ന് വെച്ചാൽ, ഇത്രയും കാലമായിട്ടും അങ്ങനെയൊന്നും നിയമിച്ചിട്ടില്ല. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ആരാണ് വ്യാഖ്യാനിക്കുക? എപ്പോഴാണ് ഒരു നിയന്ത്രണം ന്യായമാകുന്നത്? എപ്പോഴാണ് ഒരു ടാക്സ് ശരിക്കും ഒരു തടസ്സമാകുന്നത്? ആ ബാലൻസ് തെറ്റാതെ നോക്കുന്നത് ആരാണ്? അവിടെയാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ എൻട്രി. ഭരണഘടന പറയുന്നു വ്യാപാരം ഫ്രീ ആയിരിക്കണമെന്ന്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഫ്രീ എന്ന വാക്കിന് എന്താ അർത്ഥം? എത്രത്തോളം ഫ്രീഡം ഓവറാകും? എപ്പോഴാണൊരു നിയന്ത്രണം നിയമലംഘനമാകുന്നത്? ഈ നിർണായകമായ ചോദ്യങ്ങൾക്കെല്ലാം സുപ്രീം കോടതി ഉത്തരം തന്നത് ചരിത്രപ്രധാനമായ ചില കേസുകളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് എട്ടേബാരി ടീകോ കേസ്. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് വ്യാപാര സ്വാതന്ത്ര്യം എന്നു പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്, വളരെ വിശാലമായ ഒന്നാണ്. അതുകൊണ്ട് ഒരു ടാക്സ് ആണെങ്കിൽ പോലും അത് ചരക്കുകളുടെ നീക്കത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 301ന്റെ ലംഘനമാകാം എന്നാണ്. ഇത് സ്വതന്ത്ര വ്യാപാരത്തിന്റെ ഒരു വലിയ വിജയമായിരുന്നു. പക്ഷേ ആ വിധി ഒരു പ്രശ്നമുണ്ടാക്കി. അങ്ങനെയെങ്കിൽ റോഡ് നന്നാക്കാനോ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനോ പോലും സംസ്ഥാനങ്ങൾക്ക് ടാക്സ് പിരിക്കാൻ പറ്റില്ലേ? ഈയൊരു ചോദ്യമാണ് ഓട്ടോമൊബൈൽ ട്രാൻസ്പോർട്ട് കേസിലേക്ക് നയിച്ചത്. ഇവിടെ കോടതി കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിച്ചു. എല്ലാ ടാക്സും വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് കോടതി പറഞ്ഞു. ചിലത് അത് എളുപ്പമാക്കാൻ അത്യാവശ്യമാണ്. അങ്ങനെ പുതിയതും വളരെ പ്രധാനപ്പെട്ടതുമായൊരു നിയമസിദ്ധാന്തമുണ്ടായി. അതാണ് ആ സിദ്ധാന്തം, ദ ഡോക്ട്രിൻ ഓഫ് റെഗുലേറ്ററി വേഴ്സസ് കോമ്പൻസേറ്ററി ടാക്സ്. ആശയം വളരെ ലളിതമാണ്. ഒരു ടാക്സ് വ്യാപാരത്തിനൊരു തടസ്സമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതൊരു റെഗുലേറ്ററി ടാക്സ് ആണ്. അത് മിക്കവാറും ഭരണഘടനാ വിരുദ്ധമാവും. നേരെ മറിച്ച് ഒരു ടാക്സ് പിരിക്കുന്നത് റോഡ്, പാലം പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണെങ്കിൽ അത് വ്യാപാരത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് കോമ്പൻസേറ്ററി ടാക്സ് എന്ന് പറയുന്നത്. അതൊരു തടസ്സമല്ല, ഒരു സേവനത്തിനുള്ള ഫീസ് പോലെയാണ്. അതുകൊണ്ട് അത് തികച്ചും ഭരണഘടനാപരമാണ്. ഈ സിദ്ധാന്തം ഇന്നും ഇന്ത്യയിലെ വ്യാപാര നിയമങ്ങളുടെ ആണിക്കല്ലാണ്. അപ്പോ ആർട്ടിക്കിൾ 261 നിന്നുള്ള നിയമപരമായ ഒരുമയും ആർട്ടിക്കിൾസ് 301 മുതൽ 307 വരെയുള്ള സാമ്പത്തിക ഒരുമയും, ഇത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഇന്ത്യൻ രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്തുന്ന ആ അദൃശ്യമായ വാസ്തുവിദ്യയാണ് നമ്മൾ കാണുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ പശ. ആർട്ടിക്കിൾ 261 ഉറപ്പാക്കുന്നു രാജ്യത്തിന്റെ ഒരു ഭാഗത്തുള്ള കോടതി വിധിക്ക് മറ്റെല്ലാ ഭാഗത്തും വിലയുണ്ടെന്ന്. ആർട്ടിക്കിൾസ് 301 മുതൽ 307 വരെയുള്ളവ നമ്മുടെ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക മതിലുകളെല്ലാം ഇല്ലാതാക്കുന്നു. പഞ്ചാബിലെ ഒരു കർഷകന് കേരളത്തിലെ ഒരു ഉപഭോക്താവിന് സാധനങ്ങൾ എളുപ്പത്തിൽ വിൽക്കാൻ അവസരമൊരുക്കുന്നു. ഇവ രണ്ടും ചേർന്നാണ് വൈവിധ്യമാർന്ന ഒരു ഉപഭൂഖണ്ഡത്തെ ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റുന്നത്.
പക്ഷേ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ സർവീസുകളുടെയും ഗ്ലോബൽ സപ്ലൈ ചെയിനുകളുടെയും ഒക്കെ കാലത്ത് 70 വർഷം മുൻപുണ്ടാക്കിയ സ്വാതന്ത്ര്യവും നിയന്ത്രണവും തമ്മിലുള്ള ഈ ബാലൻസ് എങ്ങനെ മുന്നോട്ടു പോകും? എന്തൊക്കെ പുതിയ വെല്ലുവിളികളാകും ഇതിനെ പരീക്ഷിക്കാൻ വരുന്നത്? ഇതുവരെ ഭരണഘടനയുടെ ഈ പശ നന്നായി ഒട്ടിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ബലം ഇനിയും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലേ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമസ്കാരം. ഇന്ത്യൻ ഫെഡറലിസത്തിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അതെ, അന്തർ സംസ്ഥാന ജലതർക്കങ്ങൾ. നമ്മുടെ ഭരണഘടന ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നിലവിലെ സംവിധാനങ്ങൾ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ? വാ, നമുക്കിതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് നോക്കാം. അപ്പോ ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ? ആദ്യം എന്തുകൊണ്ടാണ് ഫെഡറലിസത്തിൽ ഇതൊരു വലിയ പ്രശ്നമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മുടെ ഭരണഘടന ഇതിന് എന്ത് പരിഹാരമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നോക്കും, അതായത് ആർട്ടിക്കിൾ 262. അതിനുശേഷം ഈ ട്രിബ്യൂണൽ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും സഹകരണവും സംഘർഷവും തമ്മിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഈ ഒരു സിസ്റ്റം മൊത്തത്തിൽ എത്രത്തോളം വിജയകരമാണ് എന്നൊരു വിലയിരുത്തലോടെ നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഈ വിഷയത്തിന്റെ അറ്റകുറ്റ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഫെഡറലിസം, അല്ലേ? എന്തുകൊണ്ടാണ് വെള്ളം, അതായത് എല്ലാവർക്കും വേണ്ട ഒരു വിഭവം, സംസ്ഥാനങ്ങൾക്കിടയിലെ ഇത്ര വലിയൊരു തർക്കവിഷയമായി മാറുന്നത്? നമുക്ക് ആദ്യം അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന സ്വഭാവമെന്ന് പറയുന്നത് തന്നെ കോഓപ്പറേറ്റീവ് ഫെഡറലിസമാണ്. സിമ്പിളായി പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കണം. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരങ്ങളുണ്ട്, അതേസമയം രാജ്യത്തിനൊരു ദേശീയ ഐക്യവും വേണം. ഇത് തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഗ്രാൻവിൽ ഓസ്റ്റിൻ പറഞ്ഞൊരു കാര്യമുണ്ട്: നമ്മുടെ സിസ്റ്റം ശക്തമായ ഒരു കേന്ദ്ര സർക്കാരിനെയാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ അതിനർത്ഥം സംസ്ഥാനങ്ങൾ ദുർബലമാണെന്നല്ല. ആ ഒരു ബാലൻസാണ് പ്രധാനം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം തന്നെയാണ്, ശരിയല്ലേ? നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ വലിയ നദികളെല്ലാം തന്നെ ഒന്നല്ല പല സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ വെള്ളം ആരുടേതാണ്? കുടിവെള്ളത്തിനും കൃഷിക്കും ഫാക്ടറികൾക്കുമൊക്കെ ഇത് വേണം. അപ്പോൾ അതിന്റെ വിതരണത്തെ ചൊല്ലിയും ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയും തർക്കങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അപ്പോ ഇങ്ങനെയൊരു പ്രശ്നം വരുമെന്ന് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയവർക്ക് അറിയില്ലായിരുന്നോ? തീർച്ചയായും അറിയാമായിരുന്നു. അപ്പോ അവരിതിനൊരു പരിഹാരം കണ്ടുവച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഭരണഘടന ഇതിന് എന്ത് പരിഹാരമാണ് നൽകുന്നതെന്ന് നോക്കാം. ഭരണഘടനയില് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസിനു വേണ്ടി ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകളുണ്ട്. അതിലൊന്ന് ആർട്ടിക്കിൾ 261 ആണ്. ഇത് സംസ്ഥാനങ്ങൾ പരസ്പരം നിയമങ്ങളെയും രേഖകളെയുമൊക്കെ അംഗീകരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 263. ഇത് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാനും സഹകരിക്കാനും വേണ്ടി ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെക്കുറിച്ച് പറയുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നില്ല. നമ്മുടെ ഫോക്കസ് മുഴുവൻ ജലതർക്കങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ 262-ലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 262ലേക്ക് തന്നെ വരാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമതായി, പാർലമെന്റിന് നിയമം വഴി ഈ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു സംവിധാനമുണ്ടാക്കാം. രണ്ടാമത്തെ പോയിന്റ് അതിലും പ്രധാനപ്പെട്ടതാണ്. പാർലമെന്റിന് വേണമെങ്കിൽ ഇങ്ങനെയുള്ള തർക്കങ്ങളിൽ സുപ്രീം കോടതിയോ മറ്റു കോടതികളോ ഇടപെടേണ്ട എന്ന നിയമം വഴി തന്നെ പറയാം. ഇതിനെയാണ് നമ്മൾ നിയമപരമായി ഔസ്റ്റർ ഓഫ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് കോടതിയുടെ അധികാരപരിധിയിൽ നിന്ന് ഇതിനെ ഒഴിവാക്കുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. നിങ്ങൾ നോക്കൂ, ഭരണഘടനയുടെ 7ാം ഷെഡ്യൂള് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 17 പറയുന്നത് വെള്ളം, ജലസേചനം ഇതൊക്കെ സംസ്ഥാനത്തിന്റെ വിഷയമാണെന്നാണ്. ശരി, പക്ഷെ അതേസമയം യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 56 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൊതു താൽപര്യം മുൻനിർത്തി അന്തർ സംസ്ഥാന നദികളെ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്, അതായത് പാർലമെന്റിന് അധികാരമുണ്ടെന്നാണ്. അപ്പൊ കണ്ടില്ലേ ആ ഒരു കോൺഫ്ലിക്റ്റ്? ഒരേ വിഷയത്തിൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരം വരുന്നു. ഇതാണ് പലപ്പോഴും തർക്കങ്ങളുടെ ഒരു മൂലകാരണം. അപ്പോ ഭരണഘടന പാർലമെന്റിന് അധികാരം കൊടുത്തു, ശരി. ഇനി ഈ അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് എന്ത് ചെയ്തു? അവരുണ്ടാക്കിയ ഒരു മെക്കാനിസം എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാം. ആർട്ടിക്കിൾ 262 കൊടുത്ത അധികാരം വെച്ചിട്ട് 1956 പാർലമെന്റ് 2 നിയമങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് റിവർ ബോർഡ്സ് ആക്ട് 1956. ഇത് സംസ്ഥാനങ്ങൾക്ക് ഉപദേശം നൽകാനായി റിവർ ബോർഡ്സ് ഉണ്ടാക്കാനുള്ള ഒരു നിയമമാണ്.
പക്ഷെ അതിനേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ നിയമം, ദി ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1956. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. ഈ നിയമമാണ് കേന്ദ്ര സർക്കാരിന് ഒരു തർക്കം വന്നാൽ അത് പരിഹരിക്കാനായി ഒരു താൽക്കാലിക ട്രിബ്യൂണൽ, അതായത് ഒരു ആഡ്ഹോക് ട്രിബ്യൂണൽ രൂപീകരിക്കാൻ അധികാരം കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രിബ്യൂണൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയാലോ? സിമ്പിളാണ്. സ്റ്റെപ്പ് 1, രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിലൊരു തർക്കമുണ്ടാകുന്നു. സ്റ്റെപ്പ് 2, ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് പറയും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ട്രിബ്യൂണൽ വേണം. സ്റ്റെപ്പ് 3, കേന്ദ്ര സർക്കാർ ഒരു ആഡ്ഹോക് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ ഉണ്ടാക്കുന്നു. സ്റ്റെപ്പ് 4, ഇതാണ് ഏറ്റവും പ്രധാനം. ആ ട്രിബ്യൂണൽ എടുക്കുന്ന തീരുമാനം എ ഫൈനൽ അവാർഡ്, അത് ഫൈനലാണ്. അതിലുൾപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. ഈ 1956 നിയമം അതുപോലെ തന്നെ നിൽക്കുകയാണോ? അല്ല, കാലത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 2002 ഇതിലെ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഒരു ഭേദഗതി കൊണ്ടുവന്നു. പിന്നീട് കുറച്ചുകൂടി വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് 2019 ഒരു അമെൻമെന്റ് ബിൽ വന്നു. ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? ഈ സിസ്റ്റത്തിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിയമവും സംവിധാനവും ഒക്കെ പേപ്പറിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സിസ്റ്റം കാരണം സംസ്ഥാനങ്ങൾ തമ്മിൽ സഹകരണം കൂടിയോ അതോ സംഘർഷം കൂടിയോ? നമുക്ക് ആ ഒരു പ്രായോഗിക വശത്തേക്കൊന്ന് നോക്കാം. അതെ, ഇത് നമ്മളെ ആ വലിയ ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ സിസ്റ്റം, അതായത് കോടതിക്ക് പുറത്തുള്ള ഈ സംവിധാനം ശരിക്കും വിചാരിച്ച പോലെ പ്രവർത്തിച്ചോ? ഇത് സംഘർഷങ്ങൾ ഒഴിവാക്കിയോ അതോ കൂട്ടിയോ? ഇവിടെ നോക്കൂ, രാജ്യത്തെ ഏറ്റവും ഫേമസായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ചില ജലതർക്കങ്ങളാണിവ. കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ, നർമ്മദ ട്രിബ്യൂണൽ, റാവി, ബ്യാസ്, പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ഈ ട്രിബ്യൂണൽ സംവിധാനം പലതവണ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. തർക്കങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ എന്താണ് ഈ സിസ്റ്റത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ? ഒന്നാമത്തേത് ഭയങ്കരമായ കാലതാമസം, എക്സ്ട്രീം ഡിലേസ്. ഒരു വിധി വരാൻ വർഷങ്ങളല്ല, ചിലപ്പോൾ പതിറ്റാണ്ടുകളാണ് എടുക്കുന്നത്. രണ്ടാമത്, വിധി വന്നാൽ തന്നെ അത് നടപ്പിലാക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയപരമായ തടസ്സങ്ങൾ, പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും. പിന്നെ കൃത്യമായ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വാട്ടർ ഡേറ്റ ഇല്ലാത്തതും വലിയൊരു പ്രശ്നമാണ്. ഇതിനെല്ലാം ഉപരി സംസ്ഥാനങ്ങൾ സഹകരിക്കുന്നതിനു പകരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നൊരവസ്ഥ, അതായത് കോമ്പറ്റിറ്റീവ് ഫെഡറലിസമിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ഈ തർക്കങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. ഇവിടെ ഈ പറയുന്ന കാര്യം വളരെ പ്രധാനമാണ്. എന്തിനാണ് നമ്മൾ ഈ തർക്കങ്ങൾ കോടതിക്ക് പുറത്ത് ഒരു ട്രിബ്യൂണൽ വഴി പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ കാരണം ഇതാണ്. വെള്ളം എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്ത് പോലെയല്ല. ഇത് ഒരുപാട് ആളുകളുടെ, അതായത് പൊതുജനങ്ങളുടെ താൽപ്പര്യം ഉൾപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സാധാരണ പ്രോപ്പർട്ടി നിയമങ്ങൾ വെച്ച് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കുന്നത് ശരിയാവില്ല എന്ന് ലോകത്തെ പല രാജ്യങ്ങളുടെയും അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 262 പ്രകാരം ഈ തർക്കങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ലെന്ന്. പക്ഷേ അതിനർത്ഥം സുപ്രീം കോടതിക്ക് യാതൊരു റോളുമില്ല എന്നാണോ? അല്ല, അവിടെയാണ് ഒരു ട്വിസ്റ്റ്. തർക്കത്തിന്റെ മെറിറ്റ്സിൽ, അതായത് എത്ര വെള്ളം കൊടുക്കണം എന്ന കാര്യത്തിൽ കോടതി ഇടപെടില്ല. പക്ഷേ ഒരു ട്രിബ്യൂണലിന്റെ വിധി നടപ്പിലാക്കുന്നതിലെ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ആ ട്രിബ്യൂണലിന്റെ പ്രവർത്തനത്തിലെ നിയമപരമായ കാര്യങ്ങളിലോ സുപ്രീം കോടതിക്ക് തീർച്ചയായും ഇടപെടാം. ആ ഒരു വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടപ്പുണ്ട്. ശരി, നമ്മൾ ഇതുവരെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി നമുക്കൊരു പടി പിന്നോട്ട് മാറി ഈ മൊത്തം സിസ്റ്റത്തിനെ, ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആർക്കിടെക്ചറിനെ ഒരു ഭരണഘടനയുടെ കണ്ണിലൂടെ ഒന്ന് വിലയിരുത്താം. ഫെഡറലിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഡോക്ട്രിൻ ഓഫ് ഫെഡറൽ കോമിറ്റി. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു പരസ്പര ബഹുമാനം വേണം. ഒരാളുടെ നിയമങ്ങളെയും തീരുമാനങ്ങളെയും മറ്റൊരാൾ മാനിക്കണം. പക്ഷേ നമ്മളെപ്പോഴും തർക്കപരിഹാരത്തിനു വേണ്ടി ട്രിബ്യൂണലുകളുടെ അടുത്തേക്ക് ഓടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന പരസ്പര ബഹുമാനം, ഈ ഫെഡറൽ കോമിറ്റി എവിടെയോ പരാജയപ്പെടുന്നു എന്നല്ലേ? ഇവിടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കാണാം. ഒരു വശത്ത് ഭരണഘടന ഉണ്ടാക്കിയവരുടെ ഒരു മഹത്തായ കാഴ്ചപ്പാടുണ്ട്. നല്ലൊരു ലക്ഷ്യം, അതിനുവേണ്ടി ഒരു നിയമപരമായ സംവിധാനവും ഉണ്ടാക്കി. അതൊരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്നു. പക്ഷേ പ്രായോഗിക തലത്തിൽ അതിന്റെ ഫലം നോക്കുമ്പോഴോ അത് വളരെ താഴെയാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ടെന്ന് വ്യക്തമാണ്. അപ്പോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്, ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്
2019 അമെൻമെന്റ് ബിൽ. അതിലെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? ഈ ഓരോ തവണയും ഉണ്ടാക്കുന്ന താൽക്കാലിക ട്രിബ്യൂണലുകൾക്ക് പകരം ഒന്നിലധികം ബെഞ്ചുകളുള്ള ഒരൊറ്റ പെർമനന്റ് ട്രിബ്യൂണൽ കൊണ്ടുവരിക. ഒപ്പം കൃത്യമായ ടൈം ലൈൻ വെക്കുക. ഇത് കാലതാമസം എന്ന വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. ചുരുക്കത്തിൽ, കൂടുതൽ മെച്ചപ്പെട്ടൊരു സംവിധാനത്തിനു വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ അവസാനം നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ ഈ വാട്ടർ ഡിസ്പ്യൂട്ട് ആർക്കിടെക്ചർ ഇത് ശരിക്കും സംസ്ഥാനങ്ങളെ സഹകരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? അതോ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വഴക്കുകൾക്ക് ഒരു വേദി ഒരുക്കുക മാത്രമാണോ ഇത് ചെയ്യുന്നത്? ഈ ഒരു ഭരണഘടനാപരമായ സംവിധാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെയും അതിന്റെ ഫലപ്രാപ്തിയെയും കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. നന്ദി. നമസ്കാരം. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തില് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ബോഡികളാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലും സോണൽ കൗൺസിൽസും. അപ്പോൾ ഇവയെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമൊക്കെയുള്ള ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇന്ത്യയുടെ ഫെഡറൽ ചട്ടക്കൂട് എന്താണെന്ന് നോക്കും. അതിനുശേഷം ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, പിന്നെ സോണൽ കൗൺസിൽസ്, അവസാനം ഇവ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യവും. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ഇന്ത്യയുടെ ഫെഡറൽ ചട്ടക്കൂടും അതിൽ സഹകരണത്തിന് എന്ത് പ്രാധാന്യമാണുള്ളതെന്നും ശരിക്കും എന്തിനാണ് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഇത്തരം കൗൺസിലുകൾ നമുക്ക് നോക്കാം. ഇവിടെയാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയം വരുന്നത്. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും പരസ്പരം മത്സരിക്കുന്നതിന് പകരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. ദേശീയ ഐക്യവും പ്രാദേശിക വൈവിധ്യവും ഒരുപോലെ ആഘോഷിക്കുന്ന ഈ ഒരു തത്വമാണ് ഈ കൗൺസിലുകളുടെയെല്ലാം അടിത്തറ. ഓക്കെ, മുന്നോട്ടു പോകും മുൻപ് നമുക്ക് 2 തരം ബോഡികളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അധികാരം വരുന്നത് നേരിട്ട് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ഒരു ഉദാഹരണം. നേരെ മറിച്ച് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ടാക്കുന്നത് പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമം വഴിയാണ്, ഭരണഘടന നേരിട്ടല്ല. സോണൽ കൗൺസിൽസ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ വ്യത്യാസം വളരെ പ്രധാനമാണ്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ദി ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതായത് ഭരണഘടന തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന് അതിന്റെ പവർ കിട്ടുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 263യിൽ നിന്ന്. ഇതതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാക്കി മാറ്റുന്നു. എന്താണ് ഈ ആർട്ടിക്കിൾ 263 പറയുന്നത്? പൊതുവായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമാണെന്ന് തോന്നിയാൽ ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാൻ നമ്മുടെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പോ അതൊരു നിർബന്ധിത കാര്യമല്ല, മറിച്ച് പ്രസിഡന്റിന്റെ വിവേചനാധികാരമാണ്. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം പറയാം. ഈ ആർട്ടിക്കിൾ 263 അത് 1950 നമ്മുടെ ഭരണഘടന വന്നപ്പോൾ മുതൽ അതിലുണ്ട്. പക്ഷേ ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ശരിക്കും രൂപീകരിക്കാൻ പിന്നെയും 40 വർഷമെടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒടുവിൽ 1983 വന്ന സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ്. അവരുടെ ശക്തമായ ഒരു ശുപാർശ വന്നു. അതിന്റെ ഫലമായിട്ടാണ് 1990 VP സിംഗ് സർക്കാർ ഇത് യാഥാർത്ഥ്യമാക്കിയത്. അപ്പോ എന്തൊക്കെയാണ് ഈ കൗൺസിലിന്റെ പ്രധാന ജോലികൾ? ഒന്നാമതായി, സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാൽ അതിൽ ഉപദേശം നൽകുക. രണ്ടാമതായി, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പൊതുവായ താൽപ്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക. പിന്നെ നയപരമായ കാര്യങ്ങളിൽ നല്ല കോർഡിനേഷനു വേണ്ടി ശുപാർശകൾ നൽകുക. ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ റോൾ ഉപദേശം നൽകലാണ്, തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ഇനി ആരൊക്കെയാണ് ഈ കൗൺസിലിലുള്ളതെന്ന് നോക്കാം. ഇതിന്റെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. കൂടെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറികളിലെ മുഖ്യമന്ത്രിമാർ, മറ്റ് യൂണിയൻ ടെറിട്ടറികളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാർ, ഇതുകൂടാതെ പ്രസിഡന്റ്സ് റൂളുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന 6 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഹൈ ലെവൽ ഫോറമാണെന്ന് വ്യക്തമാണല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൗൺസിലിന്റെ ശുപാർശകൾക്ക് ഉപദേശക സ്വഭാവമേ ഉള്ളൂ. അതായത് അത് സർക്കാരുകളെ നിയമപരമായി ബന്ധിക്കുന്നില്ല. ഒരു ബൈൻഡിംഗ് ഫോഴ്സ് ഇല്ല. പിന്നെ വർഷത്തിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ഈ കൗൺസിൽ യോഗം ചേരണമെന്നും നിയമം പറയുന്നുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. സോണൽ കൗൺസിൽസ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സമീപനമാണ്. ഓർമ്മയുണ്ടല്ലോ, സോണൽ കൗൺസിൽസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന പാർലമെന്റ് നിയമം വഴിയാണ് ഇവ ഉണ്ടാക്കിയത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം പ്രാദേശിക തലത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം കൂട്ടുക എന്നതാണ്. രാജ്യത്തെ 5 സോണുകളായി തിരിച്ചാണ് ഈ കൗൺസിലുകൾ പ്രവർത്തിക്കുന്നത്. സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ഒരു വാചകം ഈ കൗൺസിലുകളുടെ പ്രാധാന്യം ശരിക്കും കാണിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഫെഡറലിസത്തിന്റെ ആത്മാവ് പ്രോത്സാഹിപ്പിക്കാൻ സോണൽ കൗൺസിലുകൾ പുനരുജ്ജീവിപ്പിക്കണം എന്നാണ്. ആ പ്രാദേശിക കൂട്ടായ്മകൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് അടിവരയിടുന്നു. സോണൽ കൗൺസിൽസിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ഉദ്ഭവം. സോണൽ കൗൺസിൽസ് രൂപീകരിച്ചത് സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ്. 1956 ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ വിചാരിച്ചു, സംസ്ഥാനങ്ങൾ വേർപിരിഞ്ഞാലും പരസ്പരം സഹകരണം വേണം. അതുകൊണ്ടാണ് 1956 സോണൽ കൗൺസിൽസ് രൂപീകരിച്ചത്. ഇവ ഭരണഘടനയിൽ പറയുന്ന കൗൺസിൽസല്ല. ഇവയൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് ആക്ട് വഴി രൂപീകരിച്ചത്. ടൈപ്സ് ഓഫ് സോണൽ കൗൺസിൽസ്. എത്ര തരത്തിലുള്ളവ? ഇന്ത്യയെ 5 സോൺസായി വിഭജിച്ചിട്ടുണ്ട്. നോർത്തേൺ സോണൽ കൗൺസിൽ, സതേൺ സോണൽ കൗൺസിൽ, ഈസ്റ്റേൺ സോണൽ കൗൺസിൽ, വെസ്റ്റേൺ സോണൽ കൗൺസിൽ, സെൻട്രൽ സോണൽ കൗൺസിൽ. ഇവ ഓരോ ഭാഗത്തുമുള്ള സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്നു. നോർത്തേൺ സോണൽ കൗൺസിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, ജെ&കെ തുടങ്ങിയവ. സതേൺ സോണൽ കൗൺസിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി. ഈസ്റ്റേൺ സോണൽ കൗൺസിൽ ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റേൺ സോണൽ കൗൺസിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ. സെൻട്രൽ സോണൽ കൗൺസിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. ശ്രദ്ധിക്കുക, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനായി പ്രത്യേകം നോർത്ത് ഈസ്റ്റേൺ കൗൺസിലുണ്ട്. അത് സോണൽ കൗൺസിലിന്റെ ഭാഗമല്ല. കോമ്പോസിഷൻ, ഘടന. ഒരു സോണൽ കൗൺസിലിൽ ആരൊക്കെയുണ്ട്? ചെയർമാൻ. യൂണിയൻ ഹോം മിനിസ്റ്ററാണ് എല്ലാ സോണൽ കൗൺസിൽസിന്റെയും ചെയർമാൻ. വൈസ് ചെയർമാൻ. ആ സോണിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സിൽ ഒരാൾ. 1 വർഷം വീതം റൊട്ടേഷൻ. മെമ്പേഴ്സ്. ആ സോണിലുള്ള എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സ്, ആ സോണിലുള്ള ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂട്ടികൾക്കായി. ഓരോ സംസ്ഥാനത്തു നിന്നും 2 മിനിസ്റ്റേഴ്സ്. അഡ്വൈസേഴ്സ്, ചീഫ് സെക്രട്ടറി, ഡെവലപ്മെന്റ് കമ്മീഷണേഴ്സ്. ഇവർ ഡിസിഷൻ മേക്കിംഗിൽ സഹായിക്കുന്നു. അപ്പോ ഈ സോണൽ കൗൺസിൽസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള സഹകരണം കൂട്ടുക, പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യാനൊരു വേദി ഒരുക്കുക, ചെറിയ പ്രാദേശിക തർക്കങ്ങൾ വലുതാകാതെ നോക്കുക, പിന്നെ വലിയ വികസന പദ്ധതികൾ വേഗത്തിലാക്കാൻ സഹായിക്കുക. ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ശരി, ഇനി അവസാന ഭാഗം. ഈ 2 കൗൺസിലുകളെയും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഇന്നത്തെ കാലത്ത് ഇവയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്നും നോക്കാം. ഈ ടേബിള് നോക്കിയാൽ വ്യത്യാസം വളരെ വ്യക്തമാകും. ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സോണൽ കൗൺസിൽസ് സ്റ്റാറ്റ്യൂട്ടറിയാണ്. ഒന്നിന്റെ പ്രവർത്തനം ദേശീയ തലത്തിലാണെങ്കിൽ മറ്റേത് പ്രാദേശിക തലത്തിലാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ചെയർമാൻഷിപ്പിലാണ്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. എന്നാൽ സോണൽ കൗൺസിൽസിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ഇത് തന്നെ അവയുടെ പ്രാധാന്യവും പ്രവർത്തനരീതിയും സൂചിപ്പിക്കുന്നു. അപ്പോ നമുക്കിതിനെ ഇങ്ങനെ ചുരുക്കാം. ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എന്നത് കേന്ദ്രവും എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ചുയർന്ന തലത്തിലുള്ള നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പ് ലെവൽ ഫോറമാണ്. എന്നാൽ സോണൽ കൗൺസിൽസ് അയൽ സംസ്ഥാനങ്ങൾക്കിടയിലെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹകരണം ഉറപ്പാക്കാനുമുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ സംവിധാനമാണ്. അപ്പോ ഇന്നത്തെ ഇന്ത്യയിലെ ഈ കൗൺസിലുകൾക്ക് പ്രസക്തിയുണ്ടോ? തീർച്ചയായുമുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനും കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയം ശക്തിപ്പെടുത്താനും ഇവ രണ്ടും വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ഫെഡറൽ ഘടനയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ 2 സംവിധാനങ്ങളും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. പ്രാദേശികമായ താൽപ്പര്യങ്ങൾ ഒരു വശത്ത് കൂടുകയും കേന്ദ്രത്തിന്റെ സ്വാധീനം മറുവശത്ത് വർദ്ധിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ഈ കൗൺസിലുകൾക്ക് മുമ്പെന്നത്തേക്കാളും പ്രാധാന്യമുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ ശക്തമായ
ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. ഭരണഘടനയുടെ പാർട്ട് 18-ലെ ആർട്ടിക്കിൾസ് 352 മുതൽ 360 വരെ പറയുന്ന ഇമർജൻസി പ്രൊവിഷൻസ്. അതായത് രാജ്യം ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സാധാരണ നിയമങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കാൻ ഭരണഘടന തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു തരം ഇമർജൻസി മോഡാണിത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം, എന്തിനാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഇങ്ങനെയൊരു സംവിധാനം? പിന്നെ എന്തൊക്കെയാണ് ഇതിലെ പ്രധാന അധികാരങ്ങൾ, ആ 3 തൂണുകൾ? ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഘടനയ്ക്ക് എന്ത് സംഭവിക്കും? പിന്നെ ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അവസാനം, എന്തുകൊണ്ടാണ് ഈ ഒരു ചട്ടക്കൂട് ഇന്നും ഇത്ര പ്രസക്തമായിരിക്കുന്നത്? നമുക്ക് തുടങ്ങാം. അപ്പോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാനല്ലേ? എന്തിനാണ് ഒരു ഭരണഘടനയ്ക്കൊരു എമർജൻസി മോഡ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്തിനാണ് ഗവൺമെന്റിന് ഇത്രയും അസാധാരണമായ അധികാരങ്ങൾ നൽകാൻ തീരുമാനിച്ചത്? നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യം ഇതായിരുന്നു. സാധാരണ സമയങ്ങളിൽ അധികാരങ്ങൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളുമായി വിഭജിച്ചു നൽകുന്ന ഒരു ഫെഡറൽ സിസ്റ്റമാണല്ലോ നമ്മുടേത്. പക്ഷേ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ഈ സിസ്റ്റത്തിന് എങ്ങനെ ഒരു യൂണിറ്ററി ഗവൺമെന്റിനെ പോലെ ഒറ്റക്കെട്ടായി വളരെ വേഗത്തിൽ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കാൻ പറ്റും? ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവർ എമർജൻസി പ്രൊവിഷൻസ് ഡിസൈൻ ചെയ്തത്. അപ്പോ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് വെറുതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതല്ല, മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ സംരക്ഷിക്കുക എന്നതാണ്. അതായത് രാജ്യത്തിന്റെ സോവറിനിറ്റി, യൂണിറ്റി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി ഇവയെല്ലാം സംരക്ഷിക്കുക. അതോടൊപ്പം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയും ഭരണഘടനയും സംരക്ഷിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഭരണഘടനാപരമായ ഫെയിൽ സേഫ് മെക്കാനിസമാണ്. ഇതിനെപ്പറ്റി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കിതിന്റെ ഒരു ആഴം മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സമയത്തിനും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് ഒരു ഫെഡറൽ സിസ്റ്റമായും അതേപോലെ ഒരു യൂണിറ്ററി സിസ്റ്റമായും പ്രവർത്തിക്കാൻ കഴിയും എന്നാണ്. ഇതൊരു കുറവായിട്ടല്ല, മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ ഒരു വലിയ ശക്തിയായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. ശരി, അപ്പോൾ ഈയൊരു അടിസ്ഥാനം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ പ്രധാന ഘടനയിലേക്ക് കടക്കാം. പലതരം ഭീഷണികളെ നേരിടാൻ വേണ്ടി ഭരണഘടന 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രതിസന്ധിയിൽ രാജ്യത്തെ താങ്ങി നിർത്തുന്ന 3 വലിയ തൂണുകൾ പോലെയാണിത്. അപ്പോൾ ഈ 3 എണ്ണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി. ഇത് യുദ്ധം, വിദേശത്തു നിന്നുള്ള ആക്രമണം അല്ലെങ്കിൽ ആംഡ് റെബലിയൻ, അതായത് സായുധ വിപ്ലവം, ഇങ്ങനെയുള്ള വലിയ ഭീഷണികൾ വരുമ്പോഴാണ്. രണ്ടാമത്തേത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രസിഡന്റ്സ് റൂൾ. ഒരു സംസ്ഥാനത്തെ ഭരണം ഭരണഘടനാപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണിത്. പിന്നെ മൂന്നാമത്തേത് ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള ഫിനാൻഷ്യൽ എമർജൻസി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ഒരു വലിയ ഭീഷണി വരുമ്പോൾ പ്രഖ്യാപിക്കാനുള്ള ഒന്നാണിത്. അപ്പോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു എമർജൻസി പ്രഖ്യാപിച്ചാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ സ്വഭാവത്തിൽ തന്നെ വളരെ വലിയ കാര്യമായൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. സാധാരണ സമയങ്ങളിൽ ഒരു ത്രാസ് പോലെ കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കുവെക്കുന്ന ഒരു ഫെഡറൽ ഘടനയിൽ നിന്ന് ഒരു അടിയന്തരാവസ്ഥ വരുമ്പോൾ ഒരു പിരമിഡ് പോലെ എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിൽ വന്നു ചേരുന്ന ഒരു യൂണിറ്ററി ഘടനയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനുവേണ്ടി ഒരു ഭരണഘടനാ ഭേദഗതിയുടെ പോലും ആവശ്യമില്ല. അപ്പോ ഈ മാറ്റം എന്ന് പറയുന്നത് വെറും ഒരു പേരിലല്ല, പ്രായോഗികമായി സംസ്ഥാനങ്ങളുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായി കേന്ദ്രത്തിന്റെ കയ്യിലാകുന്നു എന്ന് പറയാം. കേന്ദ്ര സർക്കാരിന് ഏത് വിഷയത്തിലും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാം. സാധാരണയായി സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള വിഷയങ്ങളിൽ പോലും പാർലമെന്റിന് നിയമമുണ്ടാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഭരണപരവും സാമ്പത്തികവുമായ എല്ലാ നിയന്ത്രണവും കേന്ദ്രത്തിന്റെ കീഴിൽ വരും. അപ്പം നിങ്ങൾക്ക് തോന്നാം, ഇത്രയും വലിയ അധികാരം കൊടുത്താൽ അത് ദുരുപയോഗം ചെയ്യില്ലേ എന്ന്. തീർച്ചയായും ആ സാധ്യതയുണ്ട്. അത് തടയാനാണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ചില ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമുക്കതിനെ ഫ്യൂസസ് എന്ന് വിളിക്കാം, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. ഒന്നാമതായി, ഒരു അസാധാരണ സാഹചര്യമുണ്ടെന്ന് പ്രസിഡന്റിന് ബോധ്യപ്പെട്ടാൽ ഒരു പ്രസിഡൻഷ്യൽ പ്രോക്ലമേഷൻ പുറപ്പെടുവിക്കാം. പക്ഷെ അത് തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. രണ്ടാമതായി, ആ പ്രഖ്യാപനം നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധികളുള്ള പാർലമെന്റിന്റെ 2 സഭകളും അത് അംഗീകരിക്കണം. അതായത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒരുമിച്ചാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട ചരിത്ര സംഭവത്തെപ്പറ്റി പറയണം.
1975-ലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ അനുഭവത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 1978-ൽ പാർലമെന്റ് 44-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പാസാക്കി. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഭാവിയിൽ ഈ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ ഭരണഘടനയിൽ തന്നെ കൂടുതൽ ശക്തമായ സുരക്ഷാ കവചങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിവെച്ച ഏറ്റവും വലിയൊരു സുരക്ഷാ സംവിധാനം അത് സ്വന്തം ജനങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക? രാജ്യസുരക്ഷയും വ്യക്തിസ്വാതന്ത്ര്യവും തമ്മിലുള്ള ഈ ഒരു സംഘർഷം നമ്മൾ തീർച്ചയായും വരും ഭാഗങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യും. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെ ഭരണഘടന അതിന് എന്ത് സവിശേഷാധികാരങ്ങളാണ് നൽകുന്നതെന്ന്? അതെ, ഇന്ത്യൻ ഭരണഘടനയിലെ തന്നെ ഏറ്റവും ശക്തമായ, ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചില അധികാരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എമർജൻസി പ്രൊവിഷൻസ്. രാജ്യസുരക്ഷയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വടംവലിയാണ് സത്യത്തിൽ ഈ വിഷയം. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വച്ചാൽ, ആദ്യം അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. പിന്നെ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന നാഷണൽ എമർജൻസി, അതായത് ആർട്ടിക്കിൾ 352-നെ പറ്റി സംസാരിക്കും. അതുകഴിഞ്ഞ് ഓരോ സംസ്ഥാനങ്ങളെയായി ബാധിക്കുന്ന പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 356-ലേക്ക് വരാം. ഇതിന്റെ ദുരുപയോഗം തടഞ്ഞ ആ ചരിത്രപ്രധാനമായ SR ബൊമ്മായി കേസ് എന്താണെന്ന് നമ്മൾ നോക്കും. അവസാനം ഇതെല്ലാം നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും ചർച്ച ചെയ്യാം. ഈ ഒരു വാചകം കണ്ടില്ലേ? ഇതിന് ഭയങ്കര ആഴമുണ്ട്. നോക്കൂ, സാധാരണഗതിയിൽ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അവരവരുടെ അധികാരങ്ങളുണ്ടല്ലേ, ഒരു പങ്കുവെക്കലാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഒറ്റയടിക്ക് ഒരു ഭരണഘടനാ ഭേദഗതിയുടെ പോലും ആവശ്യമില്ലാതെ നമ്മുടെ രാജ്യം ഒരു യൂണിറ്ററി സ്വഭാവത്തിലേക്ക് മാറും. പറഞ്ഞു വന്നാൽ എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിൽ വന്നു ചേരും. സംസ്ഥാനങ്ങളുടെ പവർ കുറയും, സെൻട്രാകും ഫുൾ കൺട്രോൾ. ശരിക്കും ഇതൊരു അസാധാരണമായ ഒരു കഴിവ് തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ. അപ്പോൾ ശരി, നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. പാർട്ട് 1, നാഷണൽ എമർജൻസി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352-ലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. രാജ്യത്തെ മുഴുവനായി ബാധിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ അടിയന്തരാവസ്ഥയാണിത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുക? പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1 വാർ, അതായത് യുദ്ധം. 2 എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തുനിന്നുള്ളൊരു ആക്രമണം. 3 ആംഡ് റെബലിയൻ, രാജ്യത്തിന്റെ അകത്തുതന്നെയുള്ളൊരു സായുധ വിപ്ലവം. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന യുദ്ധമോ ആക്രമണമോ ശരിക്കും നടക്കണമെന്നില്ല. അങ്ങനെ ഒന്നിന് വലിയൊരു സാധ്യതയുണ്ട്, ഒരു ഭീഷണി തൊട്ടുമുന്നിലുണ്ട് എന്ന് പ്രസിഡന്റിന് ബോധ്യപ്പെട്ടാൽ പോലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഇവിടെയാണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്. 1978-ലെ 44th അമെൻമെന്റിന് മുൻപ് ഈ ആംഡ് റെബലിയൻ എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു. എന്താണ് ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ? അതിന് ശരിക്കും ഒരു കൃത്യമായ നിർവചനമില്ല. ഒരു വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തിനേയും ഇതിന്റെ കീഴിൽ കൊണ്ടുവരാം. ഇത് വളരെ അവ്യക്തമായതുകൊണ്ട് തന്നെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു. ആ ഒരു പഴുതടയ്ക്കാൻ വേണ്ടിയാണ് ആ വാക്കെടുത്ത് മാറ്റി പകരം കുറച്ചുകൂടി വ്യക്തമായ ആംഡ് റെബലിയൻ, അതായത് സായുധ കലാപം എന്ന് ചേർത്തത്. ഈ മാറ്റം വെറുതെ ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഇതിന്റെ പിന്നിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആ കറുത്ത അധ്യായമുണ്ട്, 1975-ലെ അടിയന്തരാവസ്ഥ. അന്ന് ഈ പറഞ്ഞ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന കാരണം ഉപയോഗിച്ചാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതും ക്യാബിനറ്റുമായി പോലും ശരിക്ക് ചർച്ച ചെയ്യാതെ. ഇത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളുണ്ടാക്കി. പിന്നെ 1977-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി പരാജയപ്പെട്ടു. പുതിയ സർക്കാർ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഷാ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ കണ്ടെത്തലുകളാണ് 1978-ലെ 44-ാം ഭേദഗതിക്ക് കാരണമായത്. ഭാവിയിൽ എങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ സുരക്ഷാ കവചങ്ങൾ? നമുക്ക് നോക്കാം. ഒന്നാമതായി, പ്രധാനമന്ത്രിക്ക് മാത്രം വിചാരിച്ചാൽ ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റില്ല. കേന്ദ്ര ക്യാബിനറ്റ് ഒന്നടങ്കം എഴുതിക്കൊടുത്താൽ ഒരു റിട്ടൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് അത് ചെയ്യാൻ കഴിയൂ. രണ്ടാമതായി, പാർലമെന്റിന്റെ ഇരുസഭകളും ഒരു സ്പെഷ്യൽ മെജോറിറ്റിയോടെ ഇത് പാസ്സാക്കണം. വെറും ഭൂരിപക്ഷം പോരാ. മൂന്നാമത്തെ കാര്യം, ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റ് ഇത് വീണ്ടും അംഗീകരിച്ചില്ലെങ്കിൽ അടിയന്തരാവസ്ഥ തനിയെ റദ്ദാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നാലാമത്തത്, ജുഡീഷ്യൽ റിവ്യൂ. അതായത് സർക്കാരിന്റെ ദുരുദ്ദേശം അല്ലെങ്കിൽ മാലഫൈഡ് കാരണമാണിത് പ്രഖ്യാപിച്ചതെന്ന് തോന്നിയാൽ ആർക്കും ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇനി നാഷണൽ എമർജൻസി വരുമ്പോൾ നമ്മളെ,
അതായത് സാധാരണ പൗരന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്ത് സംഭവിക്കും? ഇതിനെക്കുറിച്ച് പറയുന്ന 2 പ്രധാന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 358ഉം ആർട്ടിക്കിൾ 359ഉം. ഈ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. ആർട്ടിക്കിൾ 358 പറയുന്നത് വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എഗ്രഷൻ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19ൽ പറയുന്ന നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലെയുള്ള കാര്യങ്ങൾ തനിയെ ഓട്ടോമാറ്റിക്കായി സസ്പെൻഡ് ആകും. എന്നാൽ ആർട്ടിക്കിൾ 359 അങ്ങനെയല്ല, അത് ഓട്ടോമാറ്റിക്കല്ല. പ്രസിഡന്റ് ഒരു പ്രത്യേക ഉത്തരവിലൂടെ പറയണം ഏതൊക്കെ മൗലികാവകാശങ്ങളുടെ നിയമപരിരക്ഷയാണ് താൽക്കാലികമായി റദ്ദാക്കുന്നതെന്ന്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. 44th ഭേദഗതിക്ക് ശേഷം ഒരു കാരണവശാലും ആർട്ടിക്കിൾ 20യും ആർട്ടിക്കിൾ 21ഉം റദ്ദാക്കാൻ സാധിക്കില്ല. അതായത് ജീവിക്കാനുള്ള അവകാശവും വ്യക്തിസ്വാതന്ത്ര്യവും ഒരു അടിയന്തരാവസ്ഥയ്ക്കും നമ്മളിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയില്ല. ഇത് വളരെ വളരെ നിർണായകമായൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ എമർജൻസി നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് വരാം, പ്രസിഡന്റ്സ് റൂൾ. രാഷ്ട്രപതി ഭരണം എന്ന് നമ്മൾ സാധാരണ കേൾക്കാറില്ലേ, അതാണ് സംഭവം. ആർട്ടിക്കിൾ 356. ഇത് നാഷണൽ എമർജൻസി പോലെയല്ല, ഒരു പ്രത്യേക സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചതും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയതും ഈ ഒരു അധികാരമാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ്സ് റൂൾ വരുന്നത്? ഭരണഘടന പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഭരണം ഭരണഘടനയുടെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പ്രസിഡന്റിന് ബോധ്യപ്പെട്ടാൽ ഇത് പ്രഖ്യാപിക്കാമെന്നാണ്. ഇതിനെയാണ് നമ്മൾ ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പക്ഷേ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല, ആർക്കും ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് വരാം. ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണയായി തുടങ്ങുന്നത് സംസ്ഥാന ഗവർണറുടെ ഒരു റിപ്പോർട്ടിൽ നിന്നാണ്. അല്ലെങ്കിൽ ഗവർണറുടെ റിപ്പോർട്ടില്ലെങ്കിലും പ്രസിഡന്റിന് സ്വയം ബോധ്യപ്പെട്ടാലും ഇത് പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് 2 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ 2 സഭകളും അംഗീകരിക്കണം. പാസ്സായാൽ 6 മാസം വരെ തുടരാം. പിന്നെയും വേണമെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അനുമതിയോടുകൂടി ഇത് പരമാവധി 3 വർഷം വരെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു നമ്പർ കണ്ടു, 132-ലധികം. ഇത് വെറുമൊരു കണക്കല്ല. നമ്മുടെ ഭരണഘടനയുണ്ടാക്കിയവർ വിഭാവനം ചെയ്തത് വളരെ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു അധികാരമായിരുന്നു ഇത്. പക്ഷെ പലപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായത് മാറി. ഈ ഒരു വ്യാപകമായ ദുരുപയോഗം കണ്ടിട്ടാണ് നമ്മുടെ സുപ്രീം കോടതിക്ക് ഇതിൽ ശക്തമായി ഇടപെടേണ്ടി വന്നത്. അങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ 356ന്റെ ചരിത്രത്തിലെ ആ വഴിത്തിരിവിലേക്കെത്തുന്നത്, ദ ബൊമ്മായി കേസ്. 1994-ലെ SR ബൊമ്മായി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സംസ്ഥാന സർക്കാരുകളെ തോന്നിയ പോലെ പിരിച്ചുവിടാനുള്ള കേന്ദ്രത്തിന്റെ അധികാരത്തിന് സുപ്രീം കോടതി ഒരു ലക്ഷ്മണരേഖ വരച്ച വിധിയായിരുന്നു അത്. കോടതിയുടെ ഈ വാക്കുകൾ തന്നെ എല്ലാം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള അധികാരം ഒരു എക്സെപ്ഷണൽ പവറാണ്. അത് വല്ലപ്പോഴും മാത്രം പ്രത്യേക സാഹചര്യങ്ങളെ നേരിടാൻ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്. വളരെ വ്യക്തമായി കോടതി പറഞ്ഞു, ഇത് രാഷ്ട്രീയ കളികൾക്കുള്ള ഒരു ടൂളല്ല. അപ്പോ എന്തൊക്കെയായിരുന്നു ബൊമ്മായി കേസിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? 1. പ്രസിഡന്റ്സ് റൂൾ ഏർപ്പെടുത്താനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. അതായത് കോടതിക്ക് അത് പരിശോധിക്കാം, ചോദ്യം ചെയ്യാം. 2. ഒരു സർക്കാരിന് ഭൂരിപക്ഷമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറല്ല, നിയമസഭയാണ്. അസംബ്ലിയിൽ നടത്തുന്ന ഫ്ലോർ ടെസ്റ്റാണ് അതിനുള്ള ഏക വഴി. 3. രാഷ്ട്രപതി ഭരണം പാർലമെന്റ് അംഗീകരിക്കുന്നതിന് മുൻപ് സംസ്ഥാന നിയമസഭ പിരിച്ചുവിടാൻ പാടില്ല, സസ്പെൻഡ് ചെയ്യാനേ പറ്റൂ. 4. ഒരുപക്ഷെ ഏറ്റവും ശക്തമായത്, കേന്ദ്രത്തിന്റെ തീരുമാനം തെറ്റാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിരിച്ചുവിട്ട സർക്കാരിനെ പുനഃസ്ഥാപിക്കാൻ പോലും കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുന്നത് ശരിയാവുന്നത്, എപ്പോഴൊക്കെയാണ് തെറ്റാവുന്നത്? ബൊമ്മായി കേസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല, ഒരു ഹങ് അസംബ്ലി വന്നു, അവിടെ രാഷ്ട്രപതി ഭരണം വരുന്നത് ശരിയായിരിക്കാം. അല്ലെങ്കിൽ ഒരു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, വേറെ ആർക്കും സർക്കാർ ഉണ്ടാക്കാൻ പറ്റുന്നുമില്ല, അപ്പോഴും ഇതുപയോഗിക്കാം. എന്നാൽ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണമുണ്ട്, അല്ലെങ്കിൽ ഭരണകക്ഷിക്കകത്ത് എന്തെങ്കിലും തർക്കങ്ങളുണ്ട് എന്നതൊന്നും ഒരു സർക്കാരിനെ പിരിച്ചുവിടാനുള്ള കാരണങ്ങളല്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ശരി, ഇനി നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ 2 അടിയന്തരാവസ്ഥ അധികാരങ്ങളും, അതായത് നാഷണൽ എമർജൻസിയും പ്രസിഡന്റ്സ് റൂളും, ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ, അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഈ ടേബിളിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നാഷണൽ എമർജൻസി വരുന്നത് യുദ്ധം പോലുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ ഉള്ളപ്പോഴാണ്.
എന്നാൽ പ്രസിഡന്റ്സ് റൂൾ ഒരു സംസ്ഥാനത്തെ ഭരണ പ്രതിസന്ധി കാരണമാണ് വരുന്നത്. നാഷണൽ എമർജൻസി സമയത്ത് സംസ്ഥാന സർക്കാരുകൾ നിലനിൽക്കും, അവരുടെ അധികാരങ്ങൾ കുറയുമെങ്കിലും. പക്ഷേ പ്രസിഡന്റ്സ് റൂളിൽ സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിടും. അതുപോലെ നാഷണൽ എമർജൻസി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുമ്പോൾ പ്രസിഡന്റ്സ് റൂൾ ആ ഒരു പ്രത്യേക സംസ്ഥാനത്തെ മാത്രമാണ് ബാധിക്കുന്നത്. അപ്പോൾ നമ്മളെവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇവിടെ ഒരു സന്തുലിതാവസ്ഥയുടെ കളിയാണ് നടക്കുന്നത്. ഒരു വശത്ത് രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും, അതിനെ അധികാരങ്ങൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. മറുവശത്ത് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം, നമ്മുടെ ഫെഡറൽ ഘടന. ഈ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്താൽ അത് തകരും. അപ്പോൾ രാജ്യത്തെ സംരക്ഷിക്കാനുള്ളൊരു കവചമാണോ അതോ സംസ്ഥാനങ്ങൾക്കെതിരെയുള്ളൊരു ആയുധമാണോ ഇത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവസാനമായി ഈയൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. ശക്തമായൊരു ജനാധിപത്യത്തിൽ ഈ അസാധാരണ അധികാരങ്ങൾ രാജ്യത്തിന് ഒരു പരിചയമായി മാത്രം നിലനിർത്താനും അത് നമ്മുടെ ഫെഡറൽ സ്വഭാവത്തിന് എതിരെയുള്ളൊരു ആയുധമായി മാറാതിരിക്കാനും നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? ഇത് ഇന്ത്യൻ ജനാധിപത്യം എപ്പോഴും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നിർത്തുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ശക്തവും അതേസമയം ഒരുപാട് വിവാദങ്ങൾക്കും വഴിവെച്ച ഒരു അധികാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, എമർജൻസി പ്രൊവിഷൻസ് അഥവാ അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ. അതിൽ തന്നെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയെക്കുറിച്ചാണ്. ഇതൊരു ഇരുതല വാള് പോലെയാണല്ലേ? ഒരു വശത്ത് രാജ്യത്തെ സാമ്പത്തികമായി രക്ഷിക്കാനുള്ള ഒരു ആയുധം, മറുവശത്ത് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒന്ന്. നമുക്കിതിലേക്ക് ആഴത്തിലൊന്നിറങ്ങി നോക്കാം. അപ്പോ നമ്മളിന്ന് എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ആർട്ടിക്കിൾ 360 എന്ന് നമ്മൾ പരിചയപ്പെടും. പിന്നെയൊരു ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അധികാരം ഇന്ത്യയിൽ ഇതുപോലെ ഉപയോഗിക്കാത്തതെന്നുള്ള ആ ഒരു കൗതുകകരമായ ചോദ്യത്തിലേക്ക് നമ്മൾ വരും. തുടർന്ന് ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇതിനെതിരെയുള്ള സുരക്ഷാ കവചങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പരിശോധിക്കും. അവസാനം ഭരണഘടനാ നിർമ്മാതാക്കൾക്കിടയിൽ നടന്ന ആ വലിയ സംവാദവും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഭാഗം ആർട്ടിക്കിൾ 360. ഇതിന് നമുക്ക് രാജ്യത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ്, അതായത് ഒരു അവസാനത്തെ സാമ്പത്തിക സുരക്ഷാവല എന്ന് വിളിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയോ അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ്യതയോ ആകെ തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥ വന്നാൽ എന്തു ചെയ്യും? ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഭരണഘടനാപരമായ ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ 360. ആർട്ടിക്കിൾ 360 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെയോ സാമ്പത്തിക സ്ഥിരത ഒരു ഭീഷണിയിലാണെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഒരു ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, സാറ്റിസ്ഫൈഡ് അഥവാ ബോധ്യപ്പെടുക. ഇത് വെറുമൊരു തോന്നലല്ല, മറിച്ച് കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബോധ്യമാണ്. രാഷ്ട്രപതി ഒരു ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ മാത്രം മതിയോ? പോരാ. പ്രഖ്യാപനം വന്ന് 2 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ 2 സഭകളും, അതായത് ലോക്സഭയും രാജ്യസഭയും ഇത് അംഗീകരിക്കണം. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലിങ്ങനെ അംഗീകാരം കിട്ടിയാൽ പിന്നെ അത് പിൻവലിക്കുന്നതുവരെ അനിശ്ചിതമായി തുടരും. മറ്റടിയന്തരാവസ്ഥകളെപ്പോലെ വീണ്ടും വീണ്ടും പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇരുതല വാളിന്റെ ആദ്യത്തെ ഏറ്റവും മൂർച്ചയേറിയ വശത്തേക്ക് കടക്കുകയാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന ആ അതിവിശാലമായ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫിനാൻഷ്യൽ എമർജൻസി സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക? ഒന്നാമതായി, സാമ്പത്തിക കാര്യങ്ങളിൽ ഏത് സംസ്ഥാനത്തിനും നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരുടെയെല്ലാം ശമ്പളവും മറ്റ് അലവൻസുകളും കുറയ്ക്കാൻ ആവശ്യപ്പെടാം. ഇനി സംസ്ഥാനങ്ങൾ പാസാക്കുന്ന മണി ബിൽസ്, ഫിനാൻഷ്യൽ ബിൽസ് ഒക്കെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കു വേണ്ടി മാറ്റിവെക്കാൻ നിർദ്ദേശിക്കാം. ചുരുക്കിപ്പറഞ്ഞാൽ, സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ കൺട്രോൾ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ കയ്യിലാവും. ഇനി ഈ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധേയമാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ മാത്രമല്ല, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ വരെ ശമ്പളം കുറയ്ക്കാൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകാൻ സാധിക്കും. സാധാരണഗതിയിൽ ജഡ്ജിമാരുടെ ശമ്പളം കുറയ്ക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിലൊരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തെ പോലും മറികടക്കുന്ന ഒരു അസാധാരണ അധികാരമാണിത്. അപ്പോ ഇത്രയൊക്കെ അധികാരങ്ങളുള്ള ഈ ഒരു നിയമം പലതവണ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ കരുതിയേക്കാം, അല്ലേ? പക്ഷെ ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നുവരെ ഈ അധികാരം ഉപയോഗിച്ചിട്ടേയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് പെട്ടിക്കുള്ളിൽ വെച്ചിരിക്കുന്ന ഒരു എമർജൻസി ബട്ടൺ പോലെയാണ്.
ആവശ്യം വരുമ്പോൾ മാത്രം പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. 1991 ഇന്ത്യ വളരെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയമുണ്ട്. അന്നുപോലും ഈ ആർട്ടിക്കിൾ 360 ഉപയോഗിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ശക്തമായൊരു ഉപകരണം തൊടാതെ വെച്ചത്? കാരണം ഇത് പ്രഖ്യാപിക്കുന്നത് ഒരു തരത്തിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ പരാജയപ്പെട്ടു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കും. അതോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുമുണ്ടാവാം. ഇതിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 1930കളിൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ മഹാസാമ്പത്തിക മാന്ദ്യം, അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ, അതിനെ നേരിടാൻ അമേരിക്ക കൊണ്ടുവന്ന നാഷണൽ റീകവറി ആക്ട് ഓഫ് 1933ൽ നിന്നാണ് ഇതിന് പ്രചോദനം ഉൾക്കൊണ്ടത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വളരെ വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഇതിനെ ഭരണഘടനാ ശില്പികൾ കണ്ടിരുന്നത്. ശരി, ഇനി നമുക്ക് ആ വാളിന്റെ രണ്ടാമത്തെ വശത്തേക്ക് പോകാം. അതായത് ഈ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ എമർജൻസി, നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഈ സ്ലൈഡ് ഭരണഘടനയിലെ ഒരു അടിസ്ഥാനപരമായ സംഘർഷം വളരെ ലളിതമായി കാണിച്ചു തരുന്നുണ്ട്. നോക്കൂ, സാധാരണ സമയങ്ങളിൽ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അവരവരുടെ അധികാരപരിധികളുണ്ട്. അധികാരം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതോടെ ഈ ഘടന താൽക്കാലികമായി ഒരു യൂണിറ്ററി സിസ്റ്റമായി മാറുന്നു. കേന്ദ്രം സർവശക്തനാവുന്നു, സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാവുന്നു. ഇതിന് ഭരണഘടനയിൽ ഒരു ഭേദഗതി പോലും വരുത്തേണ്ട ആവശ്യമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ആശങ്ക അന്നേയുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമായിരുന്ന എച്ച്.എൻ. കുൻസ്രുവിന്റെ ഈ വാക്കുകൾ നോക്കൂ. സാമ്പത്തിക അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്ന് അദ്ദേഹം അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദ്ദേഹം മാത്രമല്ല, വേറെയും ഒരുപാട് പേർക്ക് ഈ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇത് ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഒതുങ്ങുമെന്നും രാഷ്ട്രപതി ഒരു ഏകാധിപതിയായി മാറാൻ വരെ സാധ്യതയുണ്ടെന്നും അവർ ഭയപ്പെട്ടു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതാവുമെന്നും മൗലികാവകാശങ്ങൾ പോലും അർത്ഥമില്ലാത്തതായി തീരുമെന്നുമുള്ളതായിരുന്നു പ്രധാന വിമർശനങ്ങൾ. അപ്പോ ഇത്രയൊക്കെ ആശങ്കകളുണ്ടെങ്കിൽ ഇതിനെ തടയാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ വേണ്ടേ? എന്തെങ്കിലും സുരക്ഷാ കവചങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ടോ? നമുക്ക് ആ അന്തിമ സംവാദത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് 1978ലെ 44ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രാധാന്യം വരുന്നത്. 1975ലെ അടിയന്തരാവസ്ഥയുടെ ദുരുപയോഗങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരുത്തൽ നടപടിയായിരുന്നു ഇത്. ഈ ഭേദഗതി വരുന്നതിന് മുൻപ് ഒരു ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ ബോധ്യം അന്തിമമായിരുന്നു. അതിനെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ 44ാം ഭേദഗതി ആ വ്യവസ്ഥ എടുത്തുമാറ്റി. അതിന്റെ അർത്ഥമെന്താണ്? ഇപ്പോൾ രാഷ്ട്രപതിയുടെ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് അധീതമല്ല. അതായത് രാഷ്ട്രപതിയുടെ തീരുമാനം ശരിയാണോ, ദുരുദ്ദേശപരമാണോ എന്നൊക്കെ കോടതികൾക്ക് പരിശോധിക്കാൻ കഴിയും. ഇതൊരു വളരെ വലിയൊരു സുരക്ഷാ സംവിധാനമാണ്. എങ്കിലും ഭരണഘടനാ നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ട് തരം അഭിപ്രായങ്ങളുണ്ടായിരുന്നു. സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരെപ്പോലുള്ളവർ ഇതിനെ ഭരണഘടനയുടെ ജീവൻ, ശ്വാസം എന്നും ഒരു സേഫ്റ്റി വാൽവായും കണ്ടു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു മാർഗം. എന്നാൽ മറുവശത്ത് ടി കൃഷ്ണമാചാര്യയെപ്പോലുള്ളവർ ഭയപ്പെട്ടത് ഇത് രാഷ്ട്രപതിക്ക് ഒരു തരം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് ഒരു ഭരണഘടനാപരമായ ഏകാധിപത്യം നൽകുമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അവസാനത്തെ ചോദ്യത്തിലെത്തി നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഈ അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ ഭരണഘടനയുടെ നിലനിൽപ്പിനാവശ്യമായ ഒരു സുരക്ഷാവാൽവാണോ, അതോ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്കുള്ള രൂപരേഖയാണോ? ഒരുപക്ഷേ ഉത്തരം ഈ രണ്ടിലുമില്ലായിരിക്കാം. ഈ ഇരുതലവാളിന്റെ മൂർച്ച എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് തീരുമാനിക്കുന്നത് അത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും അത് കൈയാളുന്ന ഭരണാധികാരികളുടെ വിവേകവുമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്.